ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വ്ളോഗാട്ടോ. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഏഞ്ചൽ ഹെയർ പാസ്തയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇതെന്താ പാസ്തയല്ലല്ലോ, നൂഡിൽസ് പോലെ ഇരിക്കുന്നല്ലോ എന്ന്. ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ വെറൈറ്റി ഒരു സ്പാഗറ്റിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള, പിന്നെ ഒരു 6-7 അല്ലിയോളം വെളുത്തുള്ളി എടുക്കാം. ഇത് രണ്ടും ഭയങ്കര നൈസായിട്ട് ചോപ്പ് ചെയ്യുക. നൈസായിട്ട് പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയുക. സവാള ഞങ്ങൾ അത്ര നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ ഭയങ്കര നൈസായിട്ട് ചോപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പാനിൽ വെള്ളം ചൂടാക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം ഈ പാസ്ത ഇടുക. ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 സോസേജ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാനിലിട്ടൊന്ന് സ്ലൈറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ടൊന്ന് ഫ്രൈ ആക്കാം. അതിന് ശേഷം വേറൊരു പാനിൽ നമ്മൾ ഈ ചോപ്പ് ചെയ്തതെല്ലാം കൂടെ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പാസ്ത വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് പ്രഗോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചിക്കൻ മഷ്റൂം സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച സോസേജ് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് കൂടെ ആഡ് ചെയ്യുമ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയും നല്ലൊരു ടേസ്റ്റ് കൂടെ വരും കേട്ടോ.